ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകലും നമ്മുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ തിരുമുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല വസ്ത്രത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മീയാരാധനയ്ക്കായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തദാസനും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ഏറിയ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും തുടർന്നുള്ള അല്പസമയങ്ങൾ നാം ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും ആശ്വാസവും ദൈവ തിരുനാമ മഹത്വത്തിനും കാരണമാകേണ്ടതിന് പ്രാർത്ഥനയോട് തന്നെ നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. ദൈവം ഇതുവരെ നടത്തിയെങ്കിൽ നാളുകളെ നോക്കിക്കൊണ്ട് പ്രത്യാശയോടെ സന്തോഷത്തിൻ്റെ വാക്ക് ദൈവമക്കളെ വിളിച്ചു പറയണം, നാളെയും നടത്തുവാൻ എൻ്റെ ദൈവം മതിയായവൻ. കാരണം ദൈവത്തിന് മാറ്റം വന്നിട്ടില്ല. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യന. ആ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. വേഗത്തിൽ വായിച്ച സങ്കീർത്തനത്തിന് ചില ചിന്തകൾ ദൈവമക്കളോട് പങ്കുവയ്ക്കുവാനാണ് ദൈവകൃപ ഞാൻ ശരണപ്പെടുന്നത്. ഈ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ പ്രാരംഭത്തിൽ അതിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. മതി. സങ്കീർത്തനക്കാരൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ താൻ തുടങ്ങുന്ന വാക്കിതാണ്: നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുത്, നിന്റെ ക്രോധത്തിൽ എന്നെ, ദൈവമേ നിന്റെ കോപം എൻ്റെ നേരെ വന്നു, ആ കോപത്തിൽ അതിൻ്റെ ആധിക്യത്തിൽ എന്നെ ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കി പറഞ്ഞാൽ ദേഷ്യമെല്ലാം കൂടെ എൻ്റെ മേൽ തീർക്കരുത്. തൻ്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു. അന്ന് ദൈവത്തോട് താൻ ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ നമുക്കറിയാമല്ലോ, കോപം ശിക്ഷയ്ക്ക് കാരണമാകാം. പക്ഷെങ്കിൽ ആ വാക്ക് ഞാൻ ഒന്നുകൂടെ പറയുന്നു, ദേഷ്യമെല്ലാം കൂടെ എൻ്റെ മേലെ തീർക്കല്ലേ. കാരണം ദൈവത്തിൻ്റെ ദേഷ്യം തീർക്കാൻ പോയാൽ മനുഷ്യർക്ക് നിൽക്കാൻ പറ്റത്തില്ല. വചനത്തിൽ വായിക്കുന്നു, ദൈവമേ നീ ഒന്ന് കോപിച്ചാൽ തിരുമുമ്പാകെ നിൽക്കാകുന്നവനാണ്. ആർക്കും നിൽക്കാനൊക്കത്തില്ല. ദൈവത്തോട് താൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ആ പ്രാർത്ഥന താൻ മുന്നോട്ട് വരുമ്പോൾ താൻ പറയുന്നൊരു വാക്കാണ് ദൈവമക്കളുടെ ശ്രദ്ധ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. താൻ നമുക്കറിയാം, ഒരാൾ വീഴ്ച സംഭവിച്ചു, തെറ്റുപറ്റി, ഇനി അഥവാ രോഗമോ എന്തെങ്കിലും ആകട്ടെ, അപവാദം പറയാൻ ധാരാളം ആൾക്കാർ കാണും, കുറ്റപ്പെടുത്താൻ. താൻ പ്രാർത്ഥിച്ചു വരുമ്പോൾ നമുക്കതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് ഒന്ന് വന്നിട്ട് ആമുഖങ്ങളൊന്നും പറയാതെ അങ്ങോട്ട് കയറുക. താൻ അവിടെ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ ദൈവത്തോട് ഏറ്റു പറഞ്ഞു, ദൈവവും ഞാനുമായി കാര്യങ്ങൾ ക്ലിയർ ചെയ്തു, ഇനി വെറുതെ അതും ഇതും പറഞ്ഞുകൊണ്ട് നടക്കല്ല. താൻ പറയുന്ന വാക്കാണ്, നീതികേട് പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവേൻ. കാരണം യഹോവ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം, ഞാൻ കരഞ്ഞു, ഞാൻ അപേക്ഷിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം അത് കേട്ടു, എനിക്കിനി ഈ പാരണ സർട്ടിഫിക്കറ്റ് വേണ്ട. അടുത്ത വാക്കും കൂടെ വായിച്ചോളൂ. യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. ഇപ്പോൾ ദാവീദിന് നല്ല ഉറപ്പുണ്ട്, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും. അതുകൊണ്ട് എനിക്കെതിരെ പറഞ്ഞവർ ലജ്ജിച്ച് ഭ്രമിച്ച് പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും. ഇനി അവർക്കൊന്നും പറവാനില്ലാത്ത രീതിയിൽ ദൈവത്തോട് ഞാൻ പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് 8-ാം വാക്യത്തിൻ്റെ 2nd പാർട്ട്, യഹോവ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു. ഈ സങ്കീർത്തനം ഞാൻ ഓർപ്പിച്ചല്ലോ, വളരെ വേദനയോടെ ദുഃഖത്തോടെ താൻ ദൈവസന്നിധിയിൽ പാടിയ ഒരു പാട്ടാണ്. അതിൻ്റെ ടൈറ്റിൽ നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്: സംഗീത പ്രമാണിക്ക് തന്ത്രിനാദത്തോട് അഷ്ടമരാഗത്തിൽ, അതായത് ഏറ്റവും ലോ പിച്ചിൽ പാടുന്ന പാട്ടാണ് അഷ്ടമരാഗം. നമുക്കറിയാം, ഈ സങ്കീർത്തനങ്ങൾ ഓരോന്നും എടുത്ത് പഠിച്ചാൽ ഓരോ രാഗത്തിലാണ് ഇതൊക്കെ പാടിയേക്കുന്നത്. നമുക്ക് ഈ രാഗവും താളവും ഒന്നും അറിയാത്തതുകൊണ്ട് നമ്മളെല്ലാം ഒറ്റ സ്റ്റൈലിൽ നമ്മളങ്ങ് പാടും. എന്നാൽ ഈ 6-ാം സങ്കീർത്തനം അന്ന് യഹൂദ അല്ലെങ്കിൽ അവരുടെ പ്രമാണികൾ അല്ലെങ്കിൽ ആരാധനയിൽ ഇവർ പാടുമ്പോൾ ഉണർവുപാട്ടല്ലിത്. നമുക്കറിയാമല്ലോ, അല്പം മുമ്പ് നമ്മൾ പാടിയ പാട്ട് പോലൊന്നും കയ്യടിച്ച് ബഹളം വെച്ചൊന്നും പാടുന്ന പാട്ടല്ല. വിലാപഗാനമെന്ന് വേണേൽ പാടാം, മരണ വീട്ടിൽ പാടുന്ന പാട്ട് പോലെ ഏറ്റവും ലോപ്പിച്ചിൽ പാടുന്ന പാട്ടിനാണ് അഷ്ടമരാഗമെന്ന് പറയുന്നത്. എന്തായാലും വളരെ വേദനയോട് ദുഃഖത്തോടെ ഭാരത്തോട് ദൈവമേ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ഭക്തൻ തൻ്റെ ആ ആത്മവിശ്വാസം, തൻ്റെ ഉറപ്പോട് താൻ പറയുന്നൊരു വാക്കാണ്, യഹോവ
എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു. ദൈവത്തിന് എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കാം. ഒന്നുകൂടെ പറഞ്ഞാൽ, എൻ്റെ കരച്ചിലിൻ്റെ ഭാഷ ദൈവത്തിന് മനസ്സിലാകും. നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. കരച്ചിലിൻ്റെ ഭാഷ സ്വർഗത്തിനറിയാം, ദൈവത്തിനറിയാം. ഇന്ന് പകൽ ദൈവമക്കളെ വലിയ ബോധ്യത്തോട് വേണം ദൈവസന്നിധിയിലായിരിക്കാൻ. ഞാൻ കരഞ്ഞാൽ ആ കരച്ചിലിന് ഒരു ഭാഷയുണ്ട്. കരച്ചിലിന് ഭാഷയുണ്ടോ എന്നറിയാൻ അമ്മമാരോട് ചോദിച്ചാൽ മതി. ഒരു കൊച്ചു കുഞ്ഞ് കരഞ്ഞാൽ അമ്മയ്ക്കറിയാം എന്തിനാ കരയുന്നത്. കാരണം വിശന്നിട്ടാ കരയുന്നെങ്കിൽ ആ കരച്ചിലിൻ്റെ ഭാഷ കേൾക്കുമ്പോൾ അറിയാം. ഇനിയും കട്ടിലിൽ കിടന്നു, എന്തെങ്കിലും ഒരു അസ്വസ്ഥതയുണ്ടായി, എന്തെങ്കിലും ഒരു ഉറുമ്പ് കടിച്ചു, അല്ലെങ്കിൽ വയറ്റിനകത്ത് എന്തെങ്കിലും അസ്വസ്ഥത, സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന് കരയുന്ന കരച്ചിൽ, ഈ ഓരോ കരച്ചിലിനും ആ കരച്ചിൽ അമ്മമാർക്കറിയാം. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഭൂമിയിൽ വളർത്തുന്ന ഒരു കുഞ്ഞിൻ്റെ കരച്ചിലിൻ്റെ ഭാഷ അമ്മയ്ക്കറിയാമെങ്കിൽ സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തിന് തൻ്റെ മക്കളുടെ കരച്ചിലിൻ്റെ ഭാഷ അറിയത്തില്ലേ? ഒരുപക്ഷെ ദൈവസന്നിധിയിൽ വേദനയോട്, ദുഃഖത്തോട്, ആ തകർന്ന ഹൃദയത്തോട്, താങ്ങാനാവാത്ത ഭാരത്തോടൊക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ നോക്കിക്കൊണ്ട് മറ്റൊരു പറയും, എന്നോത്തിനാ കിടന്നലയ്ക്കുന്നത്? കിടന്നുറങ്ങരുതോ? മനുഷ്യനെ ഉറക്കാനും സമ്മതിക്കത്തില്ല. കുത്തിയിരുന്ന് രാത്രിയിൽ അനുഭവങ്ങൾ കാണും പലർക്കും. കേൾക്കുന്നവർക്ക് ആ ഭാഷ അറിഞ്ഞില്ലെങ്കിലും ഈ ഭാഷ അറിയുന്നൊരു സ്വർഗമുണ്ട്. ഞാൻ എന്തിനാ കരയുന്നത്? ഒരുപക്ഷെ വാക്കുകളൊന്നും പുറത്തു വരുന്നില്ലായിരിക്കാം. നമുക്കറിയാമല്ലോ, എല്ലാ പ്രാർത്ഥനയിലും ചിലപ്പോൾ വാക്കുകൾ വേണമെന്നില്ല. വിങ്ങൽ, ഗദ്ഗതത്തോട്, അല്ലെങ്കിൽ ഏങ്ങലടിച്ച് ആ ഹൃദയത്തിൻ്റെ വേദനയിൽ നിന്ന്, ഭാരത്തിൽ നിന്നൊക്കെ ആ അറിയാതെ അണപൊട്ടി ഒഴുകുന്നത് പോലെ വരുന്ന ചില കണ്ണുനീർ, ഇതിന് ഒരു ഭാഷയുണ്ട്. വ്യക്തമായി നമ്മൾ തിരിച്ചറിയണം. ഈ ഭാഷ, ഞാൻ വീണ്ടും പറയുന്നു, ലോകത്തൊരു മനുഷ്യർക്കും നിന്റെ കണ്ണുനീരിൻ്റെ ഭാഷ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിലും ഒരു കാര്യം തിരിച്ചറിഞ്ഞോണം, എൻ്റെ കണ്ണുനീരിൻ്റെ ഭാഷ അറിയുന്നൊരു ദൈവമുണ്ട്. ദാവീദ് അതോടാണ് ഉറപ്പായിട്ട് പറയുന്ന വാക്കിതാണ്, യഹോവ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം. അല്ലെങ്കിൽ ഞാൻ ആ വാക്ക് ഒന്നുകൂടെ പരാവർത്തനം ചെയ്ത് പറഞ്ഞോട്ടെ, യഹോവ എൻ്റെ കരച്ചിലിൻ്റെ ഭാഷ മനസ്സിലാക്കിയിരിക്കുന്നു. യെസ്, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവമക്കൾ തിരിച്ചറിയണം, കരച്ചിലിൻ്റെ ഭാഷയുണ്ട്, ഇത് മനസ്സിലാക്കുന്നൊരു ദൈവമുണ്ട്. ഇനിയും ഈ കരച്ചിലിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് വേഗത്തിൽ വിഷയത്തിലേക്ക് കയറാൻ ആഗ്രഹിക്കുകയാണ്. മനഃശാസ്ത്രം ഇതേക്കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട്. കരച്ചിൽ അറ്റൻഷൻ കോളിംഗ് മെക്കാനിസം എന്ന് പറയാറുണ്ട്. അതായത് പെട്ടെന്ന് ഒരു സമൂഹത്തിലിരിക്കുന്നു, ഒരാൾ കരഞ്ഞാൽ എന്താ സംഭവിക്കും? എല്ലാവരും ഓടിച്ചില്ല, എന്നാ പറ്റി. അപ്പോൾ എന്താ ഈ കരച്ചിൽ എന്തിനാ? മറ്റുള്ളവരുടെ ശ്രദ്ധയെ പിടിച്ചു പറ്റും. അത് തന്ത്രപൂർവ്വമാകണമെന്നില്ല. അത് ഞാൻ പറഞ്ഞ വാക്ക് ഒന്നുകൂടെ പറഞ്ഞോട്ടെ, അറ്റൻഷൻ കോളിംഗ് മെക്കാനിസം എന്ന് മനഃശാസ്ത്രത്തിൽ അത് പറയുന്നുണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവരുടെ ശ്രദ്ധയെ പിടിച്ചു പറ്റാൻ ചിലപ്പം കരഞ്ഞേ പറ്റത്തുള്ളൂ. ആ കരയുന്ന വ്യക്തിക്ക് ചില ഗുണങ്ങളുണ്ട്. ഈ കരയുമ്പോൾ ആൾക്കാർ ഓടിയെത്തും. എന്തോ പറ്റി? എന്തെങ്കിലും വേദനയിൽ നിന്നായിരിക്കും ഇവർ കരഞ്ഞത്. ആ വിഷയം പറയും. അല്പം കൂടെ പറഞ്ഞാൽ ഇവർക്ക് മറ്റുള്ളവരുടെ സഹാനുഭൂതി പിടിച്ചു പറ്റാൻ പറ്റും. അല്പം കൂടെ കെയർ ആൻഡ് കൺസേൺ മറ്റുള്ളവരിൽ നിന്ന് ലഭ്യമാകും. എപ്പോഴാണ്? കരഞ്ഞാൽ. മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാലോ? കരഞ്ഞു, എന്നാ വിഷയം, എന്നാ ഇന്നതാ, അത്രയേ ഉള്ളൂ, സാരമില്ല, നമുക്ക് ആശ്വസിപ്പിക്കാം, അല്ലെങ്കിൽ അത് പറഞ്ഞു തീർക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരം കാണാം. ഇത് കിട്ടിയത് എപ്പോഴാണ്? കരഞ്ഞപ്പോഴാണ്. ഭൂമിയിൽ ഒരു വ്യക്തി കരഞ്ഞാൽ ഇതുണ്ട്. ഇനിയും ശാസ്ത്രീയമായി അതിനെ തെളിയിച്ചിരിക്കുന്ന രണ്ട് വാക്കുകൾ. മനുഷ്യൻ കരയുമ്പോൾ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രണ്ട് രാസവസ്തുക്കൾ, ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ, ഈ രണ്ട് രാസവസ്തുക്കൾ കരയുമ്പോൾ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇതിൻ്റെ പ്രത്യേകത ഞാനൊരു വായിച്ചു വന്നപ്പോൾ ഇങ്ങനെ കണ്ടതാണ്. അതിനകത്തൊരു പ്രത്യേകത ഇതാണ്, ഈ ഓക്സിറ്റോസിൻ എന്ന ആ രാസവസ്തു കൊണ്ടുള്ള പ്രത്യേകത, സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഹോർമോണുകൾ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിക്കപ്പെടുന്നത് ഈ ഓക്സിറ്റോസിൻ വർദ്ധിക്കുമ്പോഴാണ്. ശരിയാണോ ഡോക്ടർ? ഓക്കെ, ഞാൻ പറയുന്നത് വിവരക്കടൊന്നുമല്ല, എന്തായാലും ഡോക്ടർ മെർലിൻ വിട്ടിപ്പോണ്ടല്ലോ. ഈ ശരീരത്തിൽ നിന്ന് ഈ ഹോർമോണുകൾ, അഥവാ സ്നേഹം, സന്തോഷം, ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടും ഈ ഓക്സിറ്റോസിൻ പ്രവർത്തിക്കുമ്പോൾ. ഇത് വർദ്ധിക്കുന്നത് എപ്പോഴാണെന്നറിയാം? കരയുമ്പോഴാണ്. അപ്പം കരഞ്ഞാൽ നല്ലതാണ്.
ശരീരത്തിൽ എന്തോ ഉണ്ടാവും. ഇനി അടുത്തത് എൻഡോർഫിനെ കുറിച്ച് പറയുന്നത് വേദനയോ മാനസികോ സംഘർഷമോ ഉണ്ടാകുമ്പോൾ സ്വയം ചികിത്സയ്ക്ക് അത് ഉതകുക. ഞാനാകെ സംഘർഷത്തില, ടെൻഷനില്ല, പക്ഷെ ഞാനൊന്ന് കരഞ്ഞപ്പം എൻ്റെ മനസ്സ് ഓട്ടോമാറ്റിക്കലി ഹീൽഡായി, സൗഖ്യം വന്നു. അങ്ങനെ ഞാൻ ചോദിച്ചോട്ടെ, ശാസ്ത്രീയമായും മാനസികമായും കരഞ്ഞ ഗുണമുണ്ടോ? ഉണ്ട്. എന്നാൽ കരയാൻ പലപ്പോഴും നമ്മളെ കൊണ്ട് കഴിയത്തില്ല. അതാ വലിയ പ്രശ്നം. ഒന്നുകൂടെ പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ കരയുന്നതാരാ? കുഞ്ഞുങ്ങളാണ്, കൊച്ചു കുഞ്ഞുങ്ങൾ. അവർക്കത് അവരുടെ ഭാഷ അതാ, അവർ കരഞ്ഞുകൊണ്ടിരിക്കും. രണ്ടാമതോ? നിങ്ങൾ അംഗീകരിക്കത്തില്ല. ആരാ രണ്ടാമത് ഏറ്റവും കൂടുതൽ കരയുന്നത്? സഹോദരിമാരാ. അംഗീകരിച്ചാലും ഇല്ലല്ലോ, അതാ അതിൻ്റെ യാഥാർത്ഥ്യം. കരഞ്ഞെന്തെല്ലാം കാര്യം നേടിയിട്ടുണ്ട്. അച്ഛൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞത് 2 കരച്ചിൽ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അനുഭവത്തില്ല. പക്ഷേ ഇതൊന്നും ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണം. ഞങ്ങൾ എത്രയോ വിജയകരമായിട്ട് ഇത് പരീക്ഷിച്ചതാ, പലരുടെയും മുഖം നോക്കിയിട്ട് കാണുന്നതാ. അങ്ങനെ കരച്ചിൽ കൊണ്ട് ഒത്തിരി കാര്യം നേടിയെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഭൂമിയിൽ കരച്ചിൽ കൊണ്ട് നേടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. കരച്ചിൽ കൊണ്ട് ഒത്തിരി നേട്ടമുണ്ടെങ്കിൽ തൽക്കാലം അത് അങ്ങോട്ട് വിട്ടേച്ചതിന് അടുത്ത വിഷയത്തിൽ കയറുകയാണ്. ദൈവസന്നിധിയിൽ കരഞ്ഞാൽ പ്രയോജനമുണ്ടോ? എത്ര പേർക്ക് അബോധ്യമുണ്ട്? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ കരഞ്ഞാൽ ആ കരച്ചിൽ എൻ്റെ കർത്താവ് കേൾക്കും. സങ്കീർത്തനക്കാരൻ ഉറപ്പായിട്ട് പറയുന്ന വാക്ക് മറക്കരുത്, യഹോവ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു. ഞാൻ വീണ്ടും ആ ഭാഗം ഒന്നുകൂടെ പറയുന്നു, യഹോവ എൻ്റെ കരച്ചിലിൻ്റെ ഭാഷ മനസ്സിലാക്കിയിരിക്കുന്നു. എൻ്റെ ദൈവത്തിന് എൻ്റെ കരച്ചിലിൻ്റെ ഭാഷ അറിയാം. വേദപുസ്തകം നമ്മൾ ഉടനീളം പഠിച്ചു വന്നാൽ കരഞ്ഞ അനേക പ്രിയപ്പെട്ടവരെ കാണുന്നുണ്ട്. ഞാൻ ആ ഭാഗങ്ങളെല്ലാം എടുക്കുന്നില്ല, 1-2 കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. കരഞ്ഞിടത്തൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്തൊരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കാം. കരയണമെങ്കിൽ ഒന്നാമത് ഞാൻ സമ്മതിക്കണം, ഞാൻ ബലഹീന, ഞാൻ അങ്ങനൊന്നും കരയത്തില്ല, എന്നെ അതിനൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞ് സ്വയം മസിൽ പിടിച്ച് നിന്നാൽ നേരത്തെ പറഞ്ഞ ഗുണഗണങ്ങളൊന്നും മാനസികമായോ ശാരീരികമായോ നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കേണ്ട പ്രവൃത്തികൾ നടക്കത്തില്ലെന്ന് മാത്രമല്ല, ദൈവപ്രവൃത്തി പോലും നടക്കാതെ ഞാൻ നിർനിമേഷം അല്ലെങ്കിൽ എന്നെക്കൊണ്ട് കഴിയാതെ പ്രയോജനമില്ലാത്ത വ്യക്തിയെ ഞാൻ നിന്നുപോകും കരയാതിരുന്നാൽ. നമുക്കറിയാമല്ലോ, ഹാഗാറിൻ്റെ കരച്ചിൽ വളരെ പ്രസിദ്ധമാണെങ്കിലും ആ വചനം ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം മാത്രം ഒന്ന് വായിച്ചാൽ മതിയാവും. മതി, അവിടെ വായിച്ച വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഹാഗാർ ദൈവസന്നിധിയിൽ ഉറക്കെ കരയുക. എന്തോ പറഞ്ഞോണ്ടാ? കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് ഉറക്കെ കരഞ്ഞു. ഈ കരച്ചിൽ എവിടെ എത്തി? സ്വർഗത്തിലെത്തി. അടുത്ത വാചകത്തിൽ വായിക്കേണ്ട നമുക്കറിയാവുന്ന ഭാഗമായിട്ട് ഞാൻ പെട്ടെന്ന് ഒഴിച്ചു വിടുകയാണ്. അവിടെ വായിക്കുന്നതാണ്, സ്വർഗത്തിൽ നിന്ന് ദൂതന്റെ ശബ്ദം, ബാലന്റെ കരച്ചിൽ ഇവിടെ എത്തിയിരിക്കുന്നു, നീ അവനെ എഴുന്നേൽപ്പിക്ക്. അവൾക്ക് വേണ്ടി ദൈവം തുറന്ന ഒരുറവ അവളുടെ തൊട്ടരികിൽ തന്നെയുണ്ട്. ദൈവം കണ്ണ് തുറന്നത് പ്രാർത്ഥിച്ചപ്പോഴാണ്, കരഞ്ഞപ്പോഴാണ്. ഇന്ന് പകൽ ദൈവമക്കളെ, ആത്മാവിൽ ആ ദൂത് ഞാൻ ആവർത്തിച്ചോട്ടെ. ചില മരണത്തിന്റെ മുമ്പിൽ, ചില വിപത്തിന്റെ മുമ്പിൽ എല്ലാം തീർന്നു, ഇവിടം കൊണ്ട് അവസാനിച്ചു, ഇനി ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് നീ നിലവിളിക്കാൻ തയ്യാറാകാമെങ്കിൽ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ ഉറക്കെ കരയാൻ തയ്യാറാകാമെങ്കിൽ ചിലതിനെ എഴുന്നേൽപ്പിക്കുന്നൊരു ദൈവമുണ്ട്. കൈവിട്ട് പോയതെന്ന് പറയുന്ന ചിലതിന് കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. ആത്മാവിൽ ആ ദൂത് ഞാൻ ആവർത്തിച്ച് പറയുന്നു. കൈവിട്ടു പോയി, നഷ്ടപ്പെട്ടു പോയി, ഇനി തിരികെ കിട്ടത്തില്ലെന്ന് പറഞ്ഞ ചിലതിനെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ നിന്റെ കരച്ചിലിന് കഴിയുമെങ്കിൽ ഇന്ന് പകൽ ദൈവത്തോട് പറ, കർത്താവേ, ദൈവസന്നിധിയിൽ കരയാനുള്ള കൃപ എനിക്ക് തരണമേ. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. ഹാഗാറിന്റെ കരച്ചിലിന് മുമ്പിൽ ദൈവം അവക്ക് വേണ്ടിയുള്ള ഉറവ ഓൾറെഡി തുറന്നു. അവിടെ കണ്ണ് തുറന്ന് അത് കാണിച്ചു കൊടുത്തു. ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ച് കുടിപ്പിച്ചു. 1-2 വാക്യങ്ങൾ മാത്രം ഞാൻ വേഗത്തിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ
4-ാമത്തെ വാക്യം വായിച്ചോളൂ. നമുക്ക് പരിചിതമുള്ള വാക്യങ്ങളാണ്, അതുകൊണ്ട് വിശദീകരണത്തിന് പോകണ്ട, വേഗത്തിൽ മുന്നോട്ട് പോകാം. ആ, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു. അത് അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. യെരൂശലേമിൻ്റെ മതിലുകൾ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ചും എന്തും കിടക്കുന്നു എന്നുള്ള വാർത്ത തൻ്റെ സഹോദരന്മാർ ഏകദേശം അനേകം മൈലുകൾ ദൂരത്ത് നിന്ന് ആ ബാബിലോണിലെത്തി നെഹമ്യാവിനോട് ആ വാർത്ത പറഞ്ഞപ്പോൾ, ആ വാർത്ത കേട്ടപ്പോൾ താനിരുന്ന് കരഞ്ഞു. ആ അധ്യായത്തിൻ്റെ അവസാന വാക്യം കൊടുത്ത് വായിക്കാം. നെഹമ്യാവ് ആരാണെന്ന് അവിടെ ഒരു പദമുണ്ട്. ആ ആ ആ ഞാൻ രാജാവിന്. അങ്ങനെയെങ്കിൽ ഈ നെഹമ്യാവ് ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്. നമ്മൾ ഇംഗ്ലീഷ് ഒന്ന് വായിച്ചേ. വേഴ്സ് 12 ആണെന്ന് തോന്നുന്നു, 11 ലാസ്റ്റ് ലൈൻ വായിച്ചാലും മതി. O Lord, I pray, please let your ear be attentive to the prayer of your servant and to the prayer of your servants who desire to fear your name. And let your servants prosper this day, I pray, and grant him mercy in the sight of this man, for I was the king's cupbearer. പാനപാത്രവാഹകൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ശരിയായ ഭാഷകളൊക്കെ വായിച്ചു വന്നാൽ നമുക്ക് തോന്നും ഈ ഹോട്ടലിലൊക്കെ കൊണ്ടുവന്ന് ചായ കൊടുക്കുന്ന ആൾ, പെട്ടെന്ന് ആ ചിന്തയാണ് വരുന്നത്. ഈ പാനപാത്രവാഹകൻ എന്നുള്ള വാക്കിന് ശരിയായ അർത്ഥം രാജാവിൻ്റെ ഏറ്റവും അടുത്ത ആളാണ്. അതായത് ഈ രാജാവിന് കുടിക്കാൻ കൊടുക്കുന്ന ആ പാനപാത്രം നമുക്കറിയാമല്ലോ. ഫറവോൻ്റെ കാലത്ത് യോസേഫിൻ്റെ ആ സ്വപ്നത്തിലൊക്കെ നമുക്ക് ആ ചരിത്രം അറിയാം. പാനപാത്രവാഹകനെ കൊണ്ട് ജയിലിലിട്ടു എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വിഷം കലർത്താൻ ഏറ്റവും സാധ്യത പറ്റിയ വ്യക്തി എന്ന് പറയുന്ന പാനപാത്രവാഹകരാണ്. രാജാവിനെ അപായപ്പെടുത്താൻ ഒരാൾക്ക് പദ്ധതി ഉണ്ടെങ്കിൽ ഇതിനകത്ത് വിഷം കലർത്തുക അല്ലെങ്കിൽ എന്തെങ്കിലും മാരകമായതൊഴിച്ച് രാജാവിന് കൊടുക്കാം. പക്ഷെങ്കിൽ ഈ രാജാവ് പാനപാത്രവാഹകന്മാരാക്കുന്നത് തനിക്ക് ഏറ്റവും വിശ്വാസമുള്ളവരെയാണ്. 100% എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ളവരെ ആ ജോലിയിലാക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, രാജാവിൻ്റെ ഏറ്റവും വിശ്വസ്തനാണ് ആര്? പാനപാത്രവാഹകൻ. അങ്ങനെയെങ്കിൽ പാനപാത്രവാഹകൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കാം. ഇദ്ദേഹം ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റഡ് ഓക്കെ എന്ന് പറയാതെ രാജാവിനെ വീഞ്ഞു കൊടുക്കത്തില്ല. മാത്രവുമല്ല, അന്നത്തെ ചരിത്രം പഠിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ഈ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാജാവ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. ഇത് ചർച്ച ചെയ്യുന്നത് ഈ പാനപാത്രവാഹകനുമായിട്ടാണ്. തൻ്റെ ഏറ്റവും അടുത്ത അഡ്വൈസർ, ഉപദേശകൻ എന്ന് വേണമെങ്കിൽ പറയാം പാനപാത്രവാഹകനെ. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, നെഹമ്യാവിൻ്റെ ജോലി കുറഞ്ഞ ജോലിയാണോ? കൊട്ടാരത്തിൽ രാജാവ് കഴിഞ്ഞാൽ ഏതാണ്ട് അടുത്ത പദവി തന്നെ ആർക്കുണ്ട്? ഈ നെഹമ്യാവിനുണ്ട്. ഈ മനുഷ്യൻ എന്തോ ഇതെന്നാണ് വായിച്ചത്. 4-ാം വാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാമോ? ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന്. എനിക്ക് വേണേൽ പറയാം, ഞാൻ കൊട്ടാരത്തിലാണ്, എനിക്ക് ഇതൊന്നും വിഷയമല്ല. അതങ്ങ് യെരൂശലേമിൽ ആ ദേവാലയം ഇടിഞ്ഞു കളഞ്ഞപ്പോൾ ഞാനെന്തോ ചെയ്യാനാ? അന്ന് അപ്പന്മാരുടെ കാലത്ത് നല്ല ആരാധനയുണ്ടായിരുന്നു. അവർ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി. ഇന്നത്തെ തലമുറ ഇങ്ങനെ ആയിപ്പോയി. ഇനിയിപ്പോൾ എന്ത് വന്നു വെച്ചാൽ അനുഭവിക്കട്ടെ എന്ന് വേണമെങ്കിൽ പറഞ്ഞ് കൈ കഴുകി കൈ ഒഴിഞ്ഞ് മാറാൻ ധരിക്കാൻ. പക്ഷേ താൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഒന്നും ഇട്ടൊന്ന് വായിച്ചോളൂ, അല്പം കൂടെ വ്യക്തമാകുമല്ലോ. അല്ല, അതിൻ്റെ 2-ാം വാക്യം തൊട്ട് വായിച്ചോളൂ. എൻ്റെ സഹോദരന്മാരിലൊരു യെരൂശലേമിനെ കുറിച്ചും ചോദിച്ചു. തൻ്റെ സഭയെക്കുറിച്ച്, തൻ്റെ ദേശത്തെക്കുറിച്ച്, തൻ്റെ ആ പാരമ്പര്യത്തെക്കുറിച്ച്, പുരാതന പിതാക്കന്മാരുടെ കാലത്തെ ചരിത്രങ്ങളെക്കുറിച്ച് ചോദിച്ചു. മതി. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന്. ദൈവമക്കൾ വളരെ ഗൗരവത്തോടെ ഓർക്കണം, ഞാൻ പറഞ്ഞല്ലോ, ഉന്നത സ്ഥാനത്ത് യാതൊരു പ്രയാസങ്ങളുമില്ലാതെ ഭൗതിക മേഖലയിൽ ഏറ്റവും ഉന്നതമായി ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ആ കൺസേൺ അല്ലെങ്കിൽ തൻ്റെ ആ ഭാരമെന്ന് പറയുന്നത് തൻ്റെ സഭ, തൻ്റെ ആ പിതാക്കന്മാരുടെ ആ കെട്ടിടം,
അല്ലെങ്കിൽ താൻ ജനിച്ചു വളർന്ന ദേശം, ദൈവം കൊടുത്ത അവകാശം, ഇതേക്കുറിച്ചൊക്കെയുള്ള ഭാരം ഉള്ളിൽ വന്നപ്പോൾ, ഞാൻ വീണ്ടും ആ വാക്ക് ആവർത്തിച്ചോട്ടെ, തനിക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ എന്തോ ചെയ്യാനാ, ഞാൻ ഇത്രയും ദൂരത്തിലല്ലേ. പക്ഷെങ്കിൽ താൻ അതല്ല പറഞ്ഞത്. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു. ദൈവസന്നിധി, ദൈവമക്കളെ, ആത്മീയ ശോഷണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, ഏതെങ്കിലും വിഷയത്തിൽ ആരെങ്കിലും ദൈവസന്നിധിയിൽ നിന്ന്, ദൈവകൃപയിൽ നിന്ന് അകന്നുപോയെന്ന് കേൾക്കുമ്പോൾ, ഏതെങ്കിലും തലമുറ ദൈവകൃപയിൽ നിന്ന് അന്യപ്പെടുമെന്ന് കേൾക്കുമ്പോൾ, മറ്റുള്ളവർ ഏറ്റെടുക്കേണ്ട ഒരു വിഷയമുണ്ട്. ആ വിഷയത്തെ ഓർത്തുകൊണ്ട് കരയാൻ തയ്യാറാകണം. നെഹമ്യാവിനെ അതേക്കുറിച്ചല്ല എന്ന് പ്രസംഗിക്കുന്നെങ്കിലും ഒരു ഒന്നുകൂടെ വാക്കുകൂടെ പറഞ്ഞോട്ടെ. ഈ മനുഷ്യൻ്റെ ആ നല്ല ഹൃദയത്തെ നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും പലരുടെയും പലയിടത്തും വാർത്ത കേൾക്കുമ്പോൾ നമ്മളൊക്കെ ചെയ്യാറുള്ളൊരു കാര്യം, പൊതുവായി എല്ലാവരുടെയും അല്ല, ഇപ്പം എന്തോ ചെയ്യാനാ, ഇന്നത്തെ കാലം ഇതാ, ഇന്നത്തെ തലമുറ ഇതാ, നമുക്കിപ്പം എന്തോ ചെയ്യാനാ, ഒരു നിസ്സംഗ മനോഭാവത്തോടെ തള്ളിക്കളയും. ഇല്ല, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതല്ല. ഒരു വ്യക്തി ആത്മീയത്തിൽ നിന്ന് അല്പം പുറകോട്ട് പോകുന്നു, പഴയ ആത്മീയ തീഷ്ണത കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയ ആ നിലവാരത്തിലേക്ക് കയറി വരുന്നില്ല. ഇത് കേൾക്കുമ്പോൾ, അറിയുമ്പോൾ പ്രാർത്ഥിക്കാൻ, കരയാൻ തയ്യാറായിക്കോണം. ഞാനൊരു വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഈ നെഹമ്യാവ് കരഞ്ഞതുകൊണ്ട് ഗുണമല്ല ഉണ്ടായോ? 2-ാം അധ്യായം വായിച്ചു വരുമ്പോൾ വായിക്കേണ്ട ഞാൻ ഭാഗങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു വിടാം. രാജസന്നിധിയിൽ ആ മുഖം കണ്ടപ്പോൾ രാജാവിന് തോന്നി എന്തോ കുഴപ്പമുണ്ട്. ചോദിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ പിതാക്കന്മാരുടെ ആ പട്ടണം ഇടിച്ചു കിടക്കുന്നു, ദേവാലയം തകർന്നു പോയി. ഇത് പറഞ്ഞപ്പോൾ രാജാവ് അവധി കൊടുത്തു. താൻ ആ അവധിക്ക് താൻ യെരൂശലേമിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് താൻ മതിൽ പണി ആരംഭിക്കുന്നു. പ്രശ്നം ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ വേണമെങ്കിൽ ഇട്ടെറിഞ്ഞ് ഓടിപ്പോകാം. പക്ഷെങ്കിൽ താൻ അതിൻ്റെ നടുവിൽ വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, സ്വർഗത്തിലെ ദൈവം അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളികളുടെ നടുവിൽ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഈ ഭക്തൻ തയ്യാറായി. അതിൻ്റെ റിസൾട്ടൂടെ മാത്രം ഒന്ന് വായിച്ചു തരാം. 4-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം കൊടുത്ത് വായിച്ചോളൂ. സോറി, 4-ന്റെ അല്ല, 6-ാം അധ്യായം എടുത്തിട്ട് 6-ന്റെ 15 വായിച്ചോളൂ. ഇങ്ങനെ മതിൽ 52 ദിവസം പണിത്, മതി, അല്ലെങ്കിൽ ഒറ്റവാക്കി പറഞ്ഞാൽ ഇങ്ങനെ മതിൽ 52 ദിവസം കൊണ്ട് പണിത് തീർത്തു. എന്തുകൊണ്ടാ? കരയാൻ തയ്യാറായപ്പോൾ ഇടിഞ്ഞു കിടന്നത്, ചണ്ടിക്കൂമ്പാരം, ഇതൊന്നിനും കൊള്ളത്തില്ല, ഇനിയും ഇതിൽ പണി നടക്കത്തില്ല, ഇനി ദൈവപ്രവൃത്തി വെളിപ്പെടത്തില്ല, ഇത് എന്നും ഒരു അപമാന വിഷയമായി കിടക്കും എന്ന് പറഞ്ഞിടത്ത് 52 ദിവസം കൊണ്ട് 2 മാസം തികച്ചെടുത്തില്ല. അതിനു മുമ്പ് പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൻ്റെ കാരണം കരയാൻ തയ്യാറായതുകൊണ്ടാണ്. കൃപ, ദൈവകൃപ. ഈ പകൽ ദൈവമക്കളെ, ഞാൻ വീണ്ടും ആ വാക്ക് ആവർത്തിച്ചോട്ടെ. ചില പ്രശ്നത്തെ നോക്കിക്കൊണ്ട് അത് ചണ്ടിക്കൂമ്പാരമായി തകർന്നു പോയി, ഇനി രക്ഷപ്പെടത്തില്ല, ശരിയാകത്തില്ല, ഞാൻ എന്തൊക്കെ നോക്കിയാലും നടക്കത്തില്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളാൻ വരട്ടെ. ചില വിഷയത്തിൻ്റെ നടുവിൽ കരയാൻ തയ്യാറാകാമെങ്കിൽ തകർന്നതെന്ന്, പോയതെന്ന്, ഇനി ഒരിക്കലും ഉയരത്തില്ലെന്ന് പറഞ്ഞതിന് പണിതെടുക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. കരയാൻ തയ്യാറായി ചിലർ ഇറങ്ങിത്തിരിക്കാമെങ്കിൽ. ഓ ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും വിധി എഴുതാൻ എളുപ്പമാണ്. ഇനി ശരിയാകത്തില്ല, ആ കുടുംബമോ ആ പിള്ളേരോ ആ വിഷയമോ പലതിനെ പറഞ്ഞേച്ച് തള്ളിക്കളയും. വെയിറ്റ് ചെയ്യ്, ഒന്ന് കരഞ്ഞു നോക്ക. കൃപ, ദൈവകൃപ. ഞാൻ വീണ്ടും ആവർത്തിച്ചോട്ടെ, കരഞ്ഞാൽ ദൈവത്തിന് ചിലതിനെ പണിയാൻ കഴിയും. ഒരു വാക്കൂടെ പറഞ്ഞോട്ടെ. നെഹമ്യാവ് ഇന്നും നമ്മുടെ ഇടയിൽ പ്രസംഗിക്കപ്പെടുന്നത് പാനപാത്രവാഹകനായിട്ട് തൻ്റെ ജോലി ചെയ്തിരുന്നെങ്കിൽ താൻ പെൻഷനായി അവിടം കൊണ്ട് അവസാനിച്ചേനെ. എന്നാൽ താൻ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് ദൈവസന്നിധിയിൽ കരയാൻ തയ്യാറായപ്പോൾ വേദപുസ്തകത്താളുകളിൽ ഒരു മഹാനായ വ്യക്തിയായി തന്നെ ദൈവം നിർത്തിയതിൻ്റെ കാരണം കരഞ്ഞതുകൊണ്ടാണെങ്കിൽ, ഇന്ന് പകൽ ദൈവമക്കളെ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, എൻ്റെ സ്ഥാനമോ ഉയർച്ചയോ മഹിമയോ ഒന്നും നോക്കാതെ ദൈവസന്നിധി ഞാൻ കരയാൻ തയ്യാറാകാമെങ്കിൽ ദൈവത്തിന് എന്നെ ഉയർത്താൻ പദ്ധതിയുണ്ട്. ചില തകർന്ന് കടന്നതിന് പണിതെടുക്കാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്.
കൃപ, ദൈവകൃപ. ദൈവത്തോട് പറ, കർത്താവെ, കരയാനുള്ള കൃപ എനിക്കിതാ. 1-2 വാക്യങ്ങളോട് ഞാൻ ഓർപ്പിക്കാം. യെശയ്യാ പ്രവചനം 38-ാം അധ്യായം എടുത്തേ. അതിൻ്റെ 4-5 വാക്യങ്ങൾ വായിച്ചോളൂ. ആ മതി, ആ വാക്യം നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഗ്രഹകാര്യം ക്രമത്തിലാക്കുക എന്ന ദൂത് പറഞ്ഞ് ഇറങ്ങിയ പ്രവാചകൻ നടുമുറ്റത്തെത്തിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും ദൂത് കൊടുത്തു മടക്കി അയച്ച് ആ ഭക്തനോട് അല്ലെങ്കിൽ രാജാവിനോട് പറയുന്നൊരു വാചകമാണ്, നിന്റെ ആയുസ്സിനോട് 15 വർഷം ഞാൻ നീട്ടി തന്നിരിക്കുന്നു. അവിടെ പ്രത്യേക പദം ദൈവമക്കൾ ശ്രദ്ധിച്ചെന്ന് ഞാൻ കരുതുന്നു. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവം പ്രാർത്ഥന കേൾക്കും, ദൈവം കണ്ണുനീർ കാണും. നമുക്ക് ആ വലിയ ബോധ്യമുണ്ടാകണം. ഞാൻ കരഞ്ഞാൽ ആ കരച്ചിലിൻ്റെ ശബ്ദം ദൈവം കേൾക്കും, എൻ്റെ കണ്ണുനീർ ദൈവം കാണും. എൻ്റെ ആവശ്യം എന്തോ, എൻ്റെ അപേക്ഷ എന്തോ, അത് തരാൻ എൻ്റെ ദൈവം മതിയായവനാണ്. യെസ്, ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് യേശു കർത്താവ് നയീൻ പട്ടണത്തിലേക്ക് വരുമ്പോൾ കാണുന്നൊരു കാഴ്ച 7-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് 7-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. ഇതൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കാതെ വേഗത്തിൽ പോകുന്നത്. 7-ാം അധ്യായം 13-ാം വാക്യം ഒന്ന് വായിച്ചോളൂ. ആ ആ മതി, ആ ഭാഗത്ത് നമ്മൾ വായിച്ചല്ലോ. യേശു കർത്താവ് നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവിടെ അടുത്ത വാതിൽ എഴുതിയിട്ടുണ്ട്. 12-ാം വാക്യത്തിൽ പട്ടണത്തിൻ്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയൊരുത്തിന് പുറത്ത് കൊണ്ടുവരുന്നു. ഇവിടെ നമുക്ക് ആ ഭാഗങ്ങളൊക്കെ അറിയാം. ഇവർക്ക് ഭർത്താവില്ല, ഒറ്റ മകനേ ഉള്ളൂ. ഭർത്താവെന്നോ മരിച്ചുപോയി. ഈ മകനെ വളർത്തി ഒരു നിലയിലെത്തിച്ചു. ഈ മകനും മരിച്ചു. ഇനി ഈ സഹോദരിക്ക് ആരുമില്ല. അവരുടെ വേദന വളരെ വലുതാണ്. ഈ പൈതലിനെയും കൊണ്ട് നയീൻ എന്ന പട്ടണത്തിൽ, നമുക്കറിയാമല്ലോ അന്ന് കാലത്ത് ശവസംസ്കാരം നടത്തുന്നത് പട്ടണത്തിന് പുറത്താണ്. ഈ നയീൻ എന്ന പട്ടണത്തിന് പുറത്തേക്ക് പട്ടണവാതിക്കൽ ഈ ബാലനെയും കൊണ്ട് വന്നപ്പോൾ യേശു കർത്താവ് അകത്തേക്ക് കയറി വരുന്നു. ഒന്ന് നോക്കണം. യേശുവിൻ്റെ പിന്നാലെ സന്തോഷത്തോട് ആഘോഷത്തോട് സൗഖ്യം പ്രാപിച്ചവർ, ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിച്ചവർ സ്തോത്രവും പറഞ്ഞ് ഒരു ജാഥ അങ്ങോട്ട് കയറിപ്പോകുമ്പോൾ ആ പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ജാഥ അല്ലെങ്കിൽ ഒരു കൂട്ടം, ഈ 2 കൂട്ടം തമ്മിലൊരു ഒറ്റ വ്യത്യാസം. ഒരു കൂട്ടം കരച്ചില, ഒരു കൂട്ടം സന്തോഷത്തോട് വരുന്നു. യേശുവിൻ്റെ പിന്നാലെ അത്ഭുതം പ്രാപിച്ചവർ, സൗഖ്യം കിട്ടിയവർ, നന്മ അനുഭവിച്ചവർ സ്തോത്രവും സ്തുതിയും ആരാധനയും അർപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ വരുമ്പോൾ ഈ നയീനിൽ ഈ മരിച്ച ആ സഹോദരിയുടെ മകനെയും കൊണ്ട് വരുന്ന കൂട്ടം മുഴുവൻ കരച്ചില. ഏറ്റവും അധികം കരയുന്ന ഈ അമ്മയാണ്. തനിക്ക് ആരുമില്ല. ഈ അമ്മയുടെ കരച്ചിൽ കണ്ടുകൊണ്ട് കൂടെ കരയാൻ കുറച്ച് പേരെങ്കിലും കാണും, ആശ്വസിപ്പിക്കാൻ കാണും. ഒറ്റവാക്കിൽ പറഞ്ഞാൽ കരച്ചിലിൻ്റെ ഒരു ജാഥ പുറത്തേക്ക് വരുമ്പോൾ ജയത്തിൻ്റെ, ആരവത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒരു കൂട്ടം അകത്തേക്ക് വരുന്നു. ഈ 2 കൂട്ടവും കൂടെ ആ പട്ടണവാതിക്കൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ യേശു കർത്താവ്, ആ വാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാമോ? നമ്മൾ വായിച്ച 13-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിച്ചോളൂ. അവളെ കണ്ടിട്ട് മതി. അങ്ങനെയെങ്കിൽ ഈ സഹോദരിയുടെ കരച്ചിൽ കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഉണ്ട്. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി ഏതാനും നിമിഷം കഴിയുമ്പോൾ ആ വെട്ടിയ കുഴിയിലേക്ക് എൻ്റെ മകൻ്റെ ശരീരം എടുത്തിടും, അവർ മണ്ണിട്ട് മൂടും. ഇനി ഒരിക്കലും എനിക്ക് എൻ്റെ മകനെ കാണാൻ കഴിയത്തില്ല, എനിക്കിനി ആരുമില്ല എന്ന് ചിന്തിച്ച് വേദനയോടെ വരുന്ന ആ കരച്ചിൽ കണ്ട യേശു പറയുന്നൊരു വാക്കുണ്ട്, നീ ഇനി കരയണ്ട. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവമക്കളെ ആത്മാവിലൊരു ദൂത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞോട്ടെ. നിന്റെ കരച്ചിൽ എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല, എല്ലാവർക്കും അതിന് പരിഹാരം തരാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷെങ്കിൽ നിന്റെ കരച്ചിലിന്റെ ഭാഷ തിരിച്ചറിഞ്ഞ യേശു
ഓ കൃപ, ദൈവകൃപ. യേശുവിന് പറവാനുള്ളൊരു വാക്കിതേ ഉള്ളൂ, നീ കരയണ്ട. നിന്റെ കരച്ചിലിന്റെ ഭാഷ എനിക്ക് മനസ്സിലായി. എന്നോട് ആരും പറഞ്ഞില്ലെങ്കിൽ പോലും നിന്റെ കണ്ണുനീരിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഇത് ഏകജാതനായ മകനാ. കൃപ, ദൈവകൃപ. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ആ വാക്ക് ആവർത്തിച്ചോട്ടെ. ഒരുപക്ഷെ ദൈവസന്നിധി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അധികം വാക്കുകൾ കിട്ടുന്നില്ലെങ്കിൽ സാരമില്ല. എൻ്റെ വാക്കിൻ്റെ ശൈലി അല്ലെങ്കിൽ ആ ഭാഷാ ശൈലിയോ അതിൻ്റെ വ്യക്തതയോ അതിൻ്റെ ഗ്രാമറോ ഒന്നുമല്ല എൻ്റെ കർത്താവ് നോക്കുന്നത്. ദൈവസന്നിധിയിൽ ഒരു വാക്ക് പോലും പറയാൻ കഴിയുന്നില്ലെങ്കിലും ദൈവസന്നിധിയിൽ കരയാൻ കഴിയാമോ? കൃപ, ദൈവകൃപ. ഹല്ലേലൂയ. ആ കരച്ചിലിൻ്റെ ഭാഷ എൻ്റെ കർത്താവിന് തിരിച്ചറിയാം. കൃപ, ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഈ നൈനിലെ വിധവ യേശുവിൻ്റെ കാൽക്കൽ ചെന്നേച്ച് വീണ് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അവരുടെ കരച്ചിൽ കണ്ടപ്പോൾ യേശുവിന് കാര്യം മനസ്സിലായി. കൃപ, ദൈവകൃപ. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദിവസങ്ങളിൽ കരയാനുള്ള കൃപ എനിക്ക് തരണമേ. ദൈവസന്നിധി കരയാൻ. മറ്റുള്ളവരുടെ മുമ്പിൽ കരഞ്ഞിട്ട് കാര്യങ്ങളൊന്നുമില്ല. വേറൊരാളെ ബോധിപ്പിക്കാനായിട്ട് കരയാൻ വേണ്ട. ദൈവസന്നിധിയിൽ കരയാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ, കരയാൻ തയ്യാറാകാമെങ്കിൽ എൻ്റെ കർത്താവ് ചില അത്ഭുതങ്ങളെ ചെയ്യാൻ മതിയായവനാണ്. കൃപ, ദൈവകൃപ. ഒരു ഭാഗം കൂടെ പറഞ്ഞ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. ഈ കരച്ചിലിൻ്റെ ഒരു പ്രത്യേകത ശൗമേലിൻ്റെ പുസ്തകത്തിൽ ദാവീദ് തൻ്റെ ഒരു അനുഭവം എഴുതിയിട്ടുണ്ട്. 1 ശൗമേൽ 30-ാം അധ്യായത്തിലേക്കൊന്ന് വന്നാട്ട്. തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ താൻ പ്രാർത്ഥിക്കുന്ന, കരയുന്ന ഒരു കരച്ചിൽ. 1 ശൗമേൽ 30-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം പ്രാരംഭപ്പെടുന്നു വായിച്ചോളൂ. ആ ആ ആ മതി. ആ 4-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച ഭാഗം വായിച്ചോളൂ. ഇംഗ്ലീഷിലെ വേഴ്സ് 4 അത് മാത്രം വായിച്ചു. The David and the people were with him lifted up their voice and wept until they had no more power to weep. ഇനിയും ശക്തിയില്ല. ദാവീദിന്റെ കരച്ചിൽ, ആ പ്രത്യേക പദം ഞാൻ ഒന്നുകൂടെ പറയുന്നു, കരവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. വലിയ നഷ്ടം സംഭവിച്ചു. താൻ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ആളാ. ഞാൻ ചരിത്രമൊക്കെ നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കണം. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം ഭാര്യമാരില്ല, മക്കളില്ല, സമ്പത്തില്ല, എല്ലാം നഷ്ടപ്പെട്ടു. വലിയ സന്തോഷത്തോട് ദൈവത്തിന് വേണ്ടി വേണ്ടൊക്കെ ചെയ്തു. കർത്താവാണല്ലോ തന്നെ ഉപയോഗിച്ചതൊക്കെ. മടങ്ങി വരുമ്പോൾ ഈ സന്തോഷ വാർത്ത പറയാനായിട്ട് വീട്ടിലോട്ട് ഓടി വരിക. കേൾക്കാൻ ആളില്ലെന്ന് മാത്രമല്ല, മുഴുവൻ പേരെയും പിടിച്ചുകൊണ്ട് പോയി. ആ കരച്ചിലിൻ്റെ പ്രത്യേകത എഴുതിയേക്കുന്നതാണ്, കരവാൻ ബലമില്ലാതാകുവോളം ഉറക്ക കരഞ്ഞു. ദൈവമക്കളെ, ഞാൻ വീണ്ടും പറഞ്ഞോട്ട്, ദൈവസന്നിധിയിൽ കരയുന്ന കരച്ചിലിൻ്റെ പ്രത്യേകത, ഇനിയും നിങ്ങൾക്ക് കരയാൻ പറ്റത്തില്ല, ബലമില്ലാതാകുവോളം ഉറക്ക കരഞ്ഞ ഒരു കരച്ചിൽ. ഈ കരച്ചിൽ കൊണ്ടുള്ള റിസൾട്ട് അതിൻ്റെ 18-ാം വാക്യം ഒന്ന് വായിച്ചോളൂ. ഇടഭാഗം ഞാനങ്ങ് വിടുക. അമാലേക്യർ അപഹരിച്ചു കൊണ്ടുപോയിരുന്നതൊക്കെയും ദാവീദ് വീണ്ടുകൊണ്ടു. ആ ആ ആ ദാവീദ് എല്ലാം മടക്കിക്കൊണ്ടു പോകുന്നു. ഇവിടെ പ്രത്യേക ഒരു പദം എഴുതിയിട്ടുണ്ട്, യാതൊന്നും കിട്ടാതിരുന്നില്ല, എല്ലാം മടക്കിക്കൊണ്ടു പോന്നു. എപ്പോഴാ? ബലമില്ലാതാകുവോളം ഉറക്ക കരഞ്ഞപ്പം ദൈവം തീരുമാനിച്ചു, അവന് കരയാൻ ഇനി ബലമില്ല, ഇനിയിപ്പം ഞാൻ പ്രവർത്തിക്കും. നമ്മുടെ കഴിവ് കൊണ്ടോ ആരോഗ്യം കൊണ്ടോ നമ്മുടെ സാമ്പത്തികം കൊണ്ടോ നേടാൻ കഴിയാത്ത പലതുമുണ്ട്. നമുക്കൊക്കെ ഓരോ ചിന്തയുണ്ട്, എനിക്കറിവുണ്ട്, ആരോഗ്യമുണ്ട്, കഴിവുണ്ട്, എന്നെക്കൊണ്ട് പലതും നേടാം. ഒക്കെ നമ്മളെ കൊണ്ട് നേടാവുന്നതിനൊക്കെ പരിധിയുണ്ട്. ചിലതൊക്കെ ഭൂമിയിൽ നമ്മൾ നേടുന്നവരുമാണ്. എന്നാൽ എന്നെക്കൊണ്ട് കഴിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. കർത്താവ്, എന്നെക്കൊണ്ട് കഴിയാത്ത ഒത്തിരി കാര്യങ്ങൾ, നഷ്ടപ്പെട്ടു പോയ പലതുണ്ട്, എന്നെക്കൊണ്ട് നേടാൻ കഴിയാത്ത പലതുമുണ്ട്. കർത്താവെ, ഈ ബോധ്യമുള്ളവർ ദൈവസന്നിധിയിൽ ഒന്ന് പറയണം, കർത്താവെ, എന്നെക്കൊണ്ട് കഴിയത്തില്ല, പിന്നെ എന്നെക്കൊണ്ട് കഴിയാവുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ,
ബലമില്ലാതാകുവോളം ഉറക്കെ കരയാൻ കഴിഞ്ഞാൽ, ആവർത്തിച്ച് പറഞ്ഞോട്ട്, നീ ദൈവസന്നിധിയിൽ കരയാൻ തയ്യാറാകാമെങ്കിൽ, ബലമില്ലാതാകുവോളം ഉറക്കെ കരയാൻ തയ്യാറാകാമെങ്കിൽ, നഷ്ടപ്പെട്ടതിനെ മടക്കി തരാൻ എൻ്റെ ദൈവം മതിയായവനാ. കൃപ, ദൈവകൃപ. ഇന്ന് പകൽ ഈ ദൂത് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ആവർത്തിച്ച് പറയുന്നു, ചില നഷ്ടപ്പെട്ടതിനെ മടക്കി തരാൻ ഇനി കിട്ടത്തില്ല, കളഞ്ഞുപോയി, ഇനി അതിനകത്ത് ഓർത്ത് ദുഃഖം കൊണ്ട് എൻ്റെ ആയുസ് ചെലവഴിക്കത്തെ ഉള്ളെന്ന് നീ പറയുന്ന ചില വിഷയത്തിൻ്റെ മേൽ ഉറക്കെ കരയാൻ തയ്യാറാകാമെങ്കിൽ ദൈവം അത് മടക്കി തരാൻ വിശ്വസന. കൃപ, ദൈവകൃപ. നമുക്ക് ആ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദിവസങ്ങൾ അതിനുള്ള കൃപ എനിക്ക് തരണം. ഒരു ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. വായിച്ചോളൂ. ആദ്യം വായിച്ച വാക്യം തന്നെ വായിച്ചു, 6-8 എന്നുള്ള വായിച്ചേ. മതി. അല്ല, അതിൻ്റെ തൊട്ട് മുകളിലത്തെ വാക്യം, നീതികേട് പ്രവർത്തിക്കുന്നവരുമേ. അത് ഒരു ട്രാൻസ്ലേഷൻ വായിച്ചപ്പോൾ അല്പം വ്യത്യസ്തമായ ഒരു ആശയം എനിക്ക് അവിടെ കിട്ടിയത് ഇങ്ങനെയാണ്: നീതികേട് പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടു പൊക്കോ. യഹോവ ആക്ഷൻ എടുക്കാൻ തുടങ്ങുക. ദൈവം ആക്ഷൻ എടുക്കും. എപ്പോഴാ? കരഞ്ഞാൽ. ഞാൻ ആ വാക്ക് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. തന്നെ അപവാദം പറഞ്ഞ്, തന്നെ കുറ്റപ്പെടുത്തി, തന്നെ തകർക്കാൻ പദ്ധതി ഇട്ടവരോട് ദാവീദ് പറഞ്ഞു, എൻ്റെ പ്രാർത്ഥന മേളിലെത്തി. ദൈവം ആക്ഷൻ എടുക്കാൻ പോവാ. നീ വെറുതെ നിന്ന് പ്രശ്നം ഉണ്ടാക്കണ്ട, നീ എന്നെ വിട്ടുപോക്കും. അങ്ങനെയെങ്കിൽ ആത്മവിശ്വാസത്തോടെ ഉറപ്പോടെ എത്ര പേർക്ക് പറയാൻ കഴിയും? എൻ്റെ ദൈവം ആക്ഷൻ എടുക്കും. എപ്പോൾ? ഞാൻ കരഞ്ഞാൽ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാം. പലപ്പോഴും പല വിഷയത്തെ നോക്കി എന്തുകൊണ്ടാണ് കർത്താവെ പ്രവർത്തിക്കാത്തത്, എന്തുകൊണ്ടാണ് ആക്ഷൻ എടുക്കാത്തത്? ഒറ്റ വാക്കിൽ മറുപടി പറയട്ടെ: പ്രാർത്ഥനയുടെ ശബ്ദം ദൈവം കേട്ടില്ല, അങ്ങെത്തിയില്ല, കരഞ്ഞില്ല, ദൈവത്തോട് പറഞ്ഞില്ല. മാനുഷികമായ എൻ്റെ കഴിവുകൾ കൊണ്ട് ചിലതൊക്കെ പരിഹരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കഴിവിൽ ആശ്രയിക്കുകയാണ്, എന്നിൽ ആശ്രയിക്കുകയാണ്. ഈ പകലിൽ ദൈവമക്കളെ ഞാൻ വീണ്ടും ആ ദൂത് ആവർത്തിച്ച് പറയുന്നു. ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിന്റെ കഴിവിലുള്ള ആശ്രയം ഒന്ന് വിട്ടിട്ട്, ആ പിടി ഒന്ന് വിട്ടിട്ട് നീ ദൈവസന്നിധിയിൽ ഒന്ന് കരയാൻ തയ്യാറാകാമോ? ഓ ഹല്ലേലൂയ! ഞാൻ നേടിയെടുക്കും, എന്നെ കൊണ്ട് പറ്റും, എനിക്കറിയാം, അതിനുള്ള വഴി എൻ്റെ ഉണ്ട്, എനിക്കതിനുള്ള സ്വാധീനമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഏതൊക്കെയോ വിഷയത്തിൽ നിങ്ങൾ വെറുതെ കിടന്ന് മല്ലടിക്കുകയാണ്. ആത്മാവിൽ അതൂതി ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിന്റെ കഴിവ് താത്തു വെച്ചിട്ട് നീ ദൈവസന്നിധിയിൽ കരയാൻ തയ്യാറാകാമോ? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ! നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടു പോകുവീൻ. കാരണം എൻ്റെ കരച്ചിൽ ഞാൻ നിന്നോടല്ല പൊരുതുന്നത്, നിന്റെ മുമ്പിലല്ല ഞാൻ കരയുന്നത്. ഞാൻ കരയുന്നത് സർവശക്തന്റെ മുമ്പിലാണ്. എൻ്റെ ദൈവം ആക്ഷൻ എടുക്കാൻ പോവുക. കൃപ, ദൈവകൃപ. ഈ പകൽ ബോധ്യമുള്ളവർ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് സ്തോത്രം ചെയ്ത് ദൈവസന്നിധിയിൽ കർത്താവെ, വിഷയം വരുമ്പോൾ എൻ്റെ കഴിവിൽ ആശ്രയിക്കുന്നതിന് പകരം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തിരുസന്നിധിയിൽ കരയാൻ തയ്യാറാകാമെങ്കിൽ ആവർത്തിച്ച് പറയട്ടെ, നീ കരഞ്ഞാൽ എൻ്റെ ദൈവം ആക്ഷൻ എടുക്കും. കൃപ, ദൈവകൃപ, ദൈവകൃപ, ദൈവകൃപ. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ എന്ന് പറഞ്ഞ് ഞങ്ങൾ ജയമെടുക്കുന്നു. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എൻ്റെ കഴിവ് ഞാൻ ഇവിടെ താത്തു വയ്ക്കുന്നു. ഓ ഹല്ലേലൂയ! ഒരുപക്ഷെ നമുക്ക് പലരും കാണും, നമുക്ക് പലതും ഉണ്ടായിരിക്കാം. എന്നാൽ അതിലൂടെ അല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കേണ്ടത്. ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കണമെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ കരയാൻ തയ്യാറാകണം. ഒരു നിമിഷം കണ്ണുകൾ അടച്ചോട്ടെ, ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്നലകളിലെ പല പാഴ്വേലകളും വൃഥാ അധ്വാനങ്ങളും എനിക്ക് അതൊന്നും ഒരു പരിഹാരം തന്നില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ എത്ര പേർ തയ്യാറാകും? ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിനകത്തെ ചില പ്രശ്നങ്ങളാകാം, ചില ശാരീരിക അസ്വസ്ഥതകളാകാം, തലമുറയുടെ ഭാവി സംബന്ധമായ ചില വിഷയങ്ങളാകാം, ബന്ധുക്കൾ തമ്മിലുള്ള എന്തെങ്കിലും വിഷയങ്ങളാകാം,
അയൽവാസികളുമായുള്ള ചില ബന്ധങ്ങളാകാം. ഇനി ന്യായമായി നീതിയായി നിങ്ങൾക്ക് കിട്ടേണ്ട ചില അവകാശങ്ങളാകാം. എന്തുമാകട്ടെ, ഇന്ന് പകൽ ദൈവമക്കളെ, ഞാൻ ആ ദൂത് ആവർത്തിക്കുന്നു, എനിക്കറിഞ്ഞുകൂടെ. ദൈവോത്മാവ് ശക്തമായി എന്നോട് അത് വീണ്ടും പറയുന്നു. നിന്റെ കഴിവൊന്ന് അവസാനിപ്പിച്ചിട്ട്, നിന്റെ പ്രയത്നം ഒന്ന് അവസാനിപ്പിച്ചിട്ട് നീ ദൈവസന്നിധിയിൽ നിന്ന് കരയാൻ തയ്യാറാകാമോ? ഇത്രയും നാൾ അധ്വാനിച്ചിട്ട് എന്തെങ്കിലും നേടിയോ? വല്ല പ്രയോജനമുണ്ടായോ? ടെൻഷൻ വർദ്ധിച്ചെന്നല്ലാതെ, ചില വൈരാഗ്യം കൂടിയെന്നല്ലാതെ ഒന്നും നടന്നില്ലെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന് പറവാനുള്ള ദൂത്, ദൈവസന്നിധിയിൽ കരയാൻ തയ്യാറാകാമെങ്കിൽ, യഹോവ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞോട്ട്, കരച്ചിൽ സ്വർഗത്തിലെത്തിയാൽ എൻ്റെ ദൈവം ആക്ഷൻ എടുക്കും, നീതിയോടെ വിധിക്കും. ആ ദൈവത്തിൻ്റെ നിയമത്തിന് മുമ്പിൽ, നീതിക്ക് മുമ്പിൽ, ആ നടപടിക്ക് മുമ്പിൽ ദൈവം ആക്ഷൻ എടുത്താൽ ആർക്കും നിൽക്കാൻ കഴിയത്തില്ല. ദാവീദ് വിളിച്ചു പറയുകയാണ്, നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടു പോകുവീൻ. നീ ഓടി രക്ഷപ്പെട്ടോ, കാരണം ദൈവം ആക്ഷൻ എടുക്കാൻ തുടങ്ങുക. ഈ ദിവസങ്ങളിൽ ചില വിഷയത്തിൻ്റെ മേൽ എൻ്റെ ദൈവം ആക്ഷൻ എടുക്കാൻ നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ഒന്ന് സമർപ്പിക്കാം, അതിനുവേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, പലപ്പോഴും എൻ്റെ ഹൃദയം കഠിനപ്പെട്ടു പോയിട്ടുണ്ട്, എനിക്ക് കരയാൻ കഴിയുന്നില്ല. കരയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും കർത്താവേ, എൻ്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഒരു തുള്ളി കണ്ണുനീർ പോലും എൻ്റെ ഉള്ളിൽ നിന്ന് വരാതെ കർത്താവേ, ഞാൻ പിടിച്ചു നിൽക്കുന്ന ഒരു കഠിന ഹൃദയമുള്ള മനുഷ്യനായി മാറിപ്പോയി. കർത്താവേ, എൻ്റെ ഹൃദയത്തെ ഒന്ന് തകർക്കണമേ, കരയാനുള്ള കൃപ എനിക്ക് തരണമേ. ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? ഓ ഹല്ലേലൂയ. യിരെമ്യാവ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, എൻ്റെ കണ്ണിനെ ആ ഒരു ജലതടാകമാക്കി മാറ്റണമേ. ഒരു തടാകത്തിലൂടെ എപ്രകാരം വെള്ളമൊഴുകുമോ അതുപോലെ ദൈവസന്നിധിയിൽ കരവാനുള്ള കൃപ എനിക്ക് തരണമേ. പ്രാർത്ഥിക്കാമോ? ഞാൻ വീണ്ടും പറയുന്നു, കരഞ്ഞാൽ എൻ്റെ ദൈവം ആക്ഷൻ എടുക്കും. ഇന്നലകളിൽ പല കാര്യത്തിലും എൻ്റെ ദൈവം ആക്ഷൻ എടുക്കാഞ്ഞതിൻ്റെ കാരണം ഞാൻ എൻ്റെ കഴിവിൽ ആശ്രയിച്ചുകൊണ്ടാണ് മുന്നേറിയത്. നമുക്ക് ദൈവത്തോട് പറയാം, ഇല്ല, എൻ്റെ കഴിവ് ഞാൻ താത്തുവയ്ക്കുന്നു, ദൈവമുമ്പാകെ കരയാൻ ഞാൻ തയ്യാറാണ്. ഉറപ്പായിട്ട് പറയട്ടെ, നിനക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ എൻ്റെ ദൈവം തയ്യാറാണ്. കൃപ, ദൈവകൃപ ഈ ദിവസങ്ങളിൽ അപ്രകാരം സംഭവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട്, ആഗ്രഹത്തോടെ, ആശംസയോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കൊടുക്കുന്നു. ദൈവം നമ്മളെ ഇവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകും.